വളരെ അനുഗ്രഹീതവും ഏറെ മനോഹരവുമായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹീത പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ്. 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യമാണ് ആദ്യത്തെ വാക്യം. 6-ന്റെ 2-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 6-ന്റെ 2-ാം വാക്യം, 6-ന്റെ 6-ാം വാക്യം. ഈ 3 വാക്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ വചനം ഒന്ന് ചിന്തിക്കാം. 5-ന്റെ 42-ാം വാക്യം, ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു, അവർ അത്യന്തം വിസ്മയിച്ചു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർ അത്യന്തം വിസ്മയിച്ചു. 6-ന്റെ 2-ാം വാക്യം, ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി, പലരും കേട്ട് വിസ്മയിച്ചു. 2-ാമത്തെ വാക്യമാണ്, പലരും കേട്ട് വിസ്മയിച്ചു. ഇനി 6-ന്റെ 6-ാം വാക്യം, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ഈ 3 വാക്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ 3 വാക്യങ്ങളിലും പൊതുവായൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ആ വാക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തു പറയാം. 5-ന്റെ 42-ാം വാക്യം, അവർ അത്യന്തം വിസ്മയിച്ചു. വിസ്മയിച്ചു എന്ന വാക്ക് അവിടെ നമുക്ക് കാണാം. 6-ന്റെ 2-ാം വാക്യത്തിൽ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, വിസ്മയിച്ചു. 6-ന്റെ 6-ാം വാക്യം, അത് ആശ്ചര്യപ്പെട്ടു എന്നുള്ളൊരു വാക്കാണ് മലയാള പരിഭാഷയിലെങ്കിലും അതിൻ്റെ ഗ്രീക്ക് പദത്തിലും അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിലും ഒപ്പം നിരവധി ട്രാൻസ്ലേഷനിലും സെയിം വാക്ക് തന്നെയാണ്. ആശ്ചര്യപ്പെട്ടു എന്നുള്ള വാക്ക് തന്നെയാണ്, വിസ്മയിച്ചു എന്നുള്ള വാക്ക് തന്നെയാണ്. അപ്പം 3 സമാനമായ പദങ്ങൾ നമുക്ക് ഈ 3 വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. 5-ന്റെ 42-ാം വാക്യത്തിൽ മരിച്ച, നമുക്കെല്ലാവർക്കും അറിയാം, മരണം എന്ന് പറയുന്നത് ഒടുക്കത്തെ ശത്രുവാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒടുക്കത്തെ ശത്രുവാണ് മരണം. ലോകത്തിൻ്റെ തത്വചിന്തകൾ, ലോകത്തിൻ്റെ ചിന്താഗതികൾ, അവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് മരണം ഒരുവൻ്റെ അവസാനമാണ്. എന്നാൽ മരിച്ച ഒരു പെൺകുട്ടി, 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജീവനിലേക്ക് ജീവന്റെ നാഥനായ ക്രിസ്തു തിരികെ വിളിച്ചു. അത് കണ്ട് ജനം വിസ്മയിക്കുകയാണ്. അതുകൊണ്ടാണ് 5-ന്റെ 42-ൽ ജനം യേശു ചെയ്ത അത്ഭുതം കണ്ട് വിസ്മയിച്ചു. 6-ന്റെ 2-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ജ്ഞാനം കേട്ട്, യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് ജനം വിസ്മയിക്കുകയാണ്. 6-ന്റെ 6-ാം വാക്യത്തിൽ വളരെ രസകരമാണ്. അവിടെ മറ്റ് 2 ഭാഗത്തും ജനം യേശുവിനെ കണ്ട് വിസ്മയിക്കുകയാണെങ്കിൽ 6-ന്റെ 6-ാം വാക്യത്തിൽ യേശു ആശ്ചര്യപ്പെടുകയാണ്, യേശു വിസ്മയിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ 6-ന്റെ 6-ാം വാക്യം, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അപ്പം ജനത്തിൻ്റെ അവിശ്വാസം കണ്ട് കർത്താവ് ആശ്ചര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 സന്ദർഭങ്ങളിൽ മാത്രമേ കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിട്ടുള്ളൂ. ഒരു ഭാഗത്ത് ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ആശ്ചര്യപ്പെട്ടു. ഇവിടെ 6-ന്റെ 6-ാം വാക്യത്തിൽ വലിയ കൂട്ടത്തിൻ്റെ അവിശ്വാസം കണ്ട് കർത്താവ് ആശ്ചര്യപ്പെടുകയാണ്. അപ്പം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വിശ്വാസം കൊണ്ടും അവിശ്വാസം കൊണ്ടും കർത്താവിനെ ആശ്ചര്യപ്പെടുത്താൻ നമുക്ക് കഴിയും. എങ്ങനെ ആശ്ചര്യപ്പെടുത്തണം എന്നുള്ളത് നാം തന്നെ ചിന്തിക്കുക. ഇവിടെ ഒരു വലിയ കൂട്ടത്തിൻ്റെ എന്നാൽ എന്നെ ഏറ്റവും അധികം ആവേശം കൊള്ളിച്ച, ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച, എൻ്റെ അകത്ത് ഒരു പഠിക്കാനുള്ള ഒരു ആവേശം സൃഷ്ടിച്ച ഒരു കാര്യം, ഈ അവിശ്വാസം ഉണ്ടായത് കേവലം ദൈവത്തെ അറിയാത്ത, ദൈവമെന്തെന്നറിയാത്ത ജനത്തിൻ്റെ ഇടയിലല്ല, മറിച്ച് പള്ളിയിലിരുന്ന് പാടുന്ന, പ്രസംഗിക്കുന്ന ഒരു വലിയ കൂട്ടത്തിൻ്റെ നടുവിലാണ് ഈ അവിശ്വാസം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, പള്ളിയിലുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആരിലും വിശ്വാസം വരണമെന്ന്. നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ, പള്ളിക്കകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വാസമാണ്. എന്നാൽ അതിനകത്ത് എനിക്ക് ഏറ്റവും ആവേശം തന്നത് 6-ന്റെ 5-ാം വാക്യമാണ്. ആ വാക്യം വളരെ രസകരമാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. മർക്കോസിന്റെ സുവിശേഷം 6-ന്റെ 5-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കർത്താവിന് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ, പള്ളിക്കകത്ത് അവിശ്വാസം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, 6-ന്റെ 5-ാം വാക്യത്തിൽ അതിനിടയിലും സൗഖ്യം പ്രാപിച്ചവരുണ്ട്. 6-ന്റെ 5-ാം വാക്യം, ഏതാനും ചില രോഗികളുടെ മേൽ കർത്താവ് കൈവച്ച് സൗഖ്യം പ്രാപിച്ചു, സൗഖ്യം വരുത്തി എന്ന് പറഞ്ഞാൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വാസമാണ്. പള്ളിക്കകത്ത് ശക്തമായ അവിശ്വാസം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവിശ്വാസത്തിനിടയിൽ കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിനിടയിലും, ആ വിശ്വാസം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഏതാനും ചില രോഗികൾ സൗഖ്യമാക്കി. അപ്പോൾ ഒരു കാര്യം നമുക്ക് കൃത്യമാണ്, ഇനി മറ്റുള്ളവരെ ആരെയും നമ്മൾ നോക്കണ്ട, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരുപക്ഷേ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള ആരെയും നോക്കണ്ട, നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ള അംഗങ്ങളെ നോക്കണ്ട. ഇനി 50 പേർ കൂടി വരുന്നൊരു കൂട്ടമാണെങ്കിലും അതിനകത്ത് 49 പേര് വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്യാൻ കർത്താവിന് കഴിയും. അവിശ്വാസം ഒരു പള്ളിക്കകത്ത് വ്യാപരിക്കുമ്പോൾ അതിനിടയിലും ഏതാനും ചില രോഗികൾ സൗഖ്യമായെങ്കിൽ, സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ വാത്സല്യ ആൻറ്റി, അങ്കിളെ, നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് തൊടാൻ കഴിയും.
ആമേൻ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഇവിടെ ഏതാനും ചില രോഗികൾ അതിനിടയിലും സൗഖ്യം പ്രാപിച്ചു. ഇനി ശ്രദ്ധിക്കണേ, പലപ്പോഴും അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കർത്താവ് കഴിഞ്ഞില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കർത്താവിന് കഴിവില്ലെന്നല്ല അതിനർത്ഥം. കർത്താവിന് കഴിവില്ലെന്നല്ല, കർത്താവിന് കഴിവുണ്ട്. കർത്താവിന് എന്തും ചെയ്യാൻ കഴിയും. വചനം പോലും പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ, ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയും. ആമേൻ. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് വലിയ മാറാരോഗം. മാറാരോഗം എന്ന് പറഞ്ഞാൽ കർത്താവിനൊന്നുമല്ല. കർത്താവിനൊരു ചെറിയ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, കർത്താവ് തൊട്ടാൽ മതി, സൗഖ്യമാണ്. ഇപ്പം ചെങ്കടലിനെ വിഭജിച്ചതുപോലും നമുക്ക് വലിയ അത്ഭുതമാണ്, വലിയൊരു അത്ഭുതമാണ് ദൈവം ചെങ്കടലിനെ വിഭജിച്ചത്. പക്ഷേ സർവ്വചരാചരവും ഉണ്ടാക്കിയ ദൈവത്തിന് ചെങ്കടലിനെ വിഭജിക്കുക എന്നുള്ളതൊരു വിഷയമേ അല്ല. സ്തോത്രം. ആമേൻ. യെരിഹോ മതിൽ തകർന്നു വീണു. യെരിഹോ മതിൽ തകരുക എന്നുള്ളത് ദൈവത്തിന് എന്താ വിഷയം? നമുക്ക് പലപ്പോഴും നമുക്ക് വലിയ വിഷയമെന്നും മാറാരോഗമെന്നൊക്കെ നമുക്കാ തോന്നുന്നത്. പക്ഷെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമേ അല്ല. കർത്താവിന് പരിഹരിക്കാൻ കഴിയും. ഇവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ സർവശക്തിയുള്ള ദൈവത്തിന്, ഒരു വാക്കുകൊണ്ട് സർവപ്രപഞ്ചവും ഉണ്ടാക്കിയ ദൈവത്തിന്, ഒരു വാക്കുകൊണ്ട് സകലതും ഉളവാക്കാൻ കഴിവുള്ള ദൈവത്തിന്, ഇല്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ, സർവശക്തനായ ദൈവത്തിന് പോലും പ്രവർത്തിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും കഴിഞ്ഞില്ല എന്ന് 6:5 മാർക്കോസിന്റെ സുവിശേഷം 6:5 അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കർത്താവിന് കഴിഞ്ഞില്ല. കർത്താവിന് കഴിയും. കർത്താവ് സർവശക്തനാണ്, ശൂന്യതയിൽ നിന്നും വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാണ്, സർവചരത്തിൻ്റെയും സൃഷ്ടിതാവാണ്. പക്ഷേ അത്ര സർവശക്തനായ ദൈവത്തിന് പോലും ആഗ്രഹിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് 6:5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. കാര്യം എന്താണ്? അവിശ്വാസം. സാധാരണ ഞാൻ പോകുന്നിടത്തൊക്കെ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പൊട്ടേണ്ട കെട്ട് എന്ന് പറയുന്നത് അവിശ്വാസത്തിൻ്റെ കെട്ടുകളാണ്. അവിശ്വാസത്തിൻ്റെ കെട്ടുകളാണ് പൊട്ടേണ്ടത്. അത് മാത്രം അറിയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പഞ്ചാബിൻ്റെ ഒക്കെ കുഗ്രാമങ്ങളിൽ ഞാൻ ദൈവത്തിന് വചനവുമായിട്ട് കടന്നു പോയിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം എൻ്റെ പ്രസംഗത്തിൻ്റെ ചാരുത കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടോ അല്ല, മറിച്ച് ആ സാധുക്കളായ പാവങ്ങളായ ദൈവമക്കൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സക്കറിയാവിൻ്റെ അടുക്കൽ വന്ന് കർത്താവ് ഒരു ദൂത് പറഞ്ഞു. സക്കറിയാവ് പുരോഹിതനാണ്. സക്കറിയാവിൻ്റെ അടുക്കൽ വന്ന് ദൂത് പറഞ്ഞു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്കൊരു മകനുണ്ടാവും. എന്നാൽ സക്കറിയാവ് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഇത് ഞാൻ എങ്ങനെ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളാണ്. അപ്പോഴേ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ വിശ്വസിക്കായി കൊണ്ട് നീ ഇനി സംസാരിക്കണ്ട. കാരണം അവിശ്വാസം ദൈവം അത്രമാത്രം വെറുക്കുന്ന പാവമാണ്. എന്നാൽ മറിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ട പെൺകുട്ടി അവിടെ അടുക്കൽ വന്ന് അതേ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, മറിയെ, നിനക്കൊരു മകനുണ്ടാവും. മറിയ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. സക്കറിയാവ് പുരോഹിതനാണ്. വേണമെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് 2 മണിക്കൂർ ശക്തമായി പ്രസംഗിക്കാൻ അറിയാവുന്ന സക്കറിയാവിൻ്റെ ജീവിതത്തിൽ ആമേൻ അവിശ്വാസം കൊണ്ട് വായടഞ്ഞു പോയപ്പോൾ ഒന്നും പറയാനില്ലാത്ത പാവപ്പെട്ട ഒരു സാധുവായ മറിയയുടെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കത്തക്ക രീതിയിൽ, പാട്ടുപാടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ജീവിതത്തിൽ നടന്നു. അപ്പോൾ എന്താ വേണ്ടുന്നത്? നമ്മുടെ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറണം. പലപ്പോഴും ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും ഞാൻ നിങ്ങളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി അയക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ നാളുകളായി ആഗ്രഹിക്കുന്ന ആ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ രോഗത്തെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അവിശ്വാസം അകത്തുണ്ടെങ്കിൽ അത് പുറത്തുപോയാൽ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കുമെന്ന് ആത്മനിറവിൽ ഞാൻ ഈ ദൂത് വിളിച്ചു പറയുകയാണ്. ശ്രദ്ധിക്കണേ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ലഭിക്കുമോ എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പരാജയം. സ്തോത്രം. ഈ പത്രോസിന് വേണ്ടി സഭ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യാക്കോബിന്റെ തലവെട്ടി പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ആലയത്തിനകത്ത് ജനം ശക്തമായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, പത്രോസിനെ നീ വിടുവിക്കണം. വളരെ ശക്തമായ പ്രാർത്ഥന അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ സമയത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാരാഗൃഹത്തിനകത്ത് പത്രോസ് സുഖമായിട്ട് ഉറങ്ങുക. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ട്, സുഖമായി ഉറങ്ങേണ്ട കാരണം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങുന്നത്. ചില നാളുകൾക്ക് മുമ്പ്
ഞാൻ എൻ്റെ അടുക്കൽ ഒരു പാവപ്പെട്ട ഒരു സ്നേഹിതൻ കടന്നു വന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പൗരോഹിത്യ മണ്ഡലത്തിൽ ഉയർന്ന പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ കാനഡയിൽ സെറ്റിൽഡ് ആണ്. പജീറോ കാരണകത്താണ് വന്നത്. എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്നോട് പറയുകയാണ്, സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, 3 മാസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക രാത്രിയിൽ. ശ്രദ്ധിക്കൂ, ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ട്. 3 അല്ല 5 അല്ല 7 നേരം ആഹാരം കഴിക്കാൻ വകയുണ്ട്, സഞ്ചരിക്കാൻ മുന്തിയ കാറുണ്ട്, വലിയ സൗധങ്ങളുണ്ട്. പക്ഷെ സമാധാനം ഇല്ല, സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കൂ, നിങ്ങൾ സുഖമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ട് എന്നാൽ അന്ന് രാത്രി ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ തട്ടി ഉണർത്തിയിട്ട് ദൈവം പത്രോസിനെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ പത്രോസ് ഓടി ആലയത്തിലേക്ക് വരികയാണ്. സന്തോഷത്തോടെ വിടുതൽ പ്രാപിച്ച ആ സാക്ഷ്യവുമായി ഓടി ആലയത്തിലേക്ക് വരുമ്പോൾ ആലയത്തിന് പുറത്ത് വന്ന് പത്രോസ് ഇങ്ങനെ കൊട്ടുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ രോധ എന്ന പെൺകുട്ടിയാണ് ഓടി വന്ന് വാതിൽ തുറക്കുന്നത്. അവർക്ക് വലിയ സന്തോഷമായി. കാരണം എത്രയോ മണിക്കൂറുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പത്രോസിനെ ദൈവം വിടുവിക്കണം. പത്രോസിനെ ദൈവം വിടുവിച്ചു. ഇത്ര വേഗത്തിൽ ദൈവത്തിന് വിടുതൽ വ്യാപരിച്ചു. അകത്ത് ചെന്ന് ജനത്തോട് ആവേശത്തോടെ വാതിൽ പോലും തുറക്കാതെ അകത്ത് പോയി പറഞ്ഞു, ദേ പ്രാർത്ഥനയൊക്കെ നിർത്തിക്കോ, നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി അയച്ചു. പത്രോസ് താണ് വാതിൽക്ക് നിൽക്കുക, പുറത്ത് നിൽക്കുക. അപ്പൊ ജനം തിരിച്ചു പറയുകയാണ്, രോധേ നിനക്ക് ഭ്രാന്താണ്, നിനക്ക് സ്വതന്ത്ര മാനസിക പ്രശ്നമാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയ്യോ, എന്തിനാ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും നേരം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏക വിഷയം പത്രോസിനെ ദൈവം വിടുവിക്കണമെന്നുള്ളതാ അല്ലേ? പത്രോസിനെ ദൈവം വിടുവിക്കണം. അവർ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്ന് പത്രോസിനെ ദൈവം വിടുവിച്ച് ഒരു വാതിലിനപ്പുറത്ത് കൊണ്ട് നിർത്തിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. രോധയ്ക്ക് അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം ആ മറുപടി അവൾ കണ്ടു. അവൾ വാതിൽ തുറന്നു, അവൾ വിഷയം കണ്ടു. ശ്രദ്ധിക്കൂ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവം മറുപടി അയച്ചു കഴിഞ്ഞു. ആ മറുപടികളൊക്കെ ഒരു വാതിലിന് അപ്പുറത്ത് നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഈ ദൂത് വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാതിലൊന്ന് തുറക്കാൻ തയ്യാറായാൽ ഈ സമയത്ത് തന്നെ ആ വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറന്നൊന്ന് കാണുക. നിങ്ങൾ പ്രാർത്ഥിച്ച ഏത് വിഷയം, നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിലെ വിഷയമാകാം, നിങ്ങളുടെ ആത്മീക മണ്ഡലത്തിലെ വിഷയമാകാം, നിങ്ങളുടെ ശാരീരിക മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളാകാം, നിങ്ങളുടെ മാനസിക മണ്ഡലത്തിലെ വിഷയമാകാം. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ആ വിഷയത്തിന് സ്വർഗം പരിഹാരം അയച്ചു. ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. കാര്യം പറയാം, അവിശ്വാസമാ. ആ വിശ്വാസത്തെ പുറത്തു കളഞ്ഞ് നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തിന്റെ വാതിലൊന്ന് തുറക്കാൻ തയ്യാറായാൽ, മറുപടി ഒരു വാതിലിനപ്പുറത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാം, ആ മറുപടി കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം. അവിടെ അവിശ്വാസം നിമിത്തം കർത്താൻ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വിശ്വാസമുള്ളവരാകുക. വിശ്വാസമുള്ളവരാണെങ്കിൽ കർത്താൻ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് സഹോദരിമാരോട് കർത്താവ് പറഞ്ഞല്ലോ, സോലാസന്റെ കല്ല നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അത് മാത്രമാണ് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്. വിശ്വസിക്കാൻ തയ്യാറാകാമോ? എങ്കിൽ ദൈവത്തിന്റെ മറുപടി നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഇവർക്ക് സംഭവിച്ച ഒരു പരാജയം മാത്രമാണ് നമുക്ക് ദൃശ്യമായിട്ട് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ 6-ന്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ള ഒരു 2-3 പരാജയങ്ങളും കൂടെ ഇവർക്ക് സംഭവിച്ച 2-3 പരാജയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരുപക്ഷെ ഇതിലേതെങ്കിലും പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരാനാണ് ഈ സന്ദേശം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. 6-ന്റെ 6 അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം അവിശ്വാസം. രണ്ടാമത്തെ പരാജയം ശ്രദ്ധിക്കൂ. 6-ന്റെ 2-ാം വാക്യം, ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി, പലരും കേട്ട് വിസ്മയിച്ചു. നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം അതാണ്, പലരും കേട്ട് വിസ്മയിച്ചു. അവർ ആശ്ചര്യപ്പെട്ടു. എന്താ അവർ ആശ്ചര്യപ്പെട്ടത്? സ്തോത്രം. ഇവൻ ഇത് എവിടെ നിന്നാണ്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികൾ എന്ത്? സ്തോത്രം. ശ്രദ്ധിക്കൂ, ഇവർ ചോദ്യം ചോദിക്കുക. കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തി കണ്ടപ്പോൾ, അത്ഭുതം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി സംഭവം ഇതൊരു ഓർഡിനറി സാധനം അല്ല, ഓർഡിനറി കാര്യമല്ല, ഒരു സാധാരണമല്ല, അസാധാരണമായ പ്രവൃത്തിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായി. അസാധാരണമായ ദൈവപ്രവൃത്തിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവർക്ക് കർത്താവ് പറഞ്ഞ ജ്ഞാനം കേട്ടപ്പോൾ, വചനം കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു തച്ചൻ്റെ മകന് ഉള്ള ജ്ഞാനമല്ലിത്. ഇത് ഒരു ഡിവൈൻ ജ്ഞാനമാണ്, ഇതൊരു ദൈവീക ജ്ഞാനമാണ്. ഇത് അസാധാരണമായ ജ്ഞാനം ഇവൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പിന്നെ ഏതാനും ചില രോഗികളൊക്കെ സൗഖ്യമായ കാഴ്ചയെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇവർ തിരിച്ചു ചോദിക്കുക, ഇതെന്തുവാ, ഇത് എവിടെ നിന്നാ? ശ്രദ്ധിക്കണേ, അവിടെ അകത്തൊരു സന്ദേശമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു കാര്യം. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ദൈവപ്രവൃത്തിയെയും അത്ഭുതത്തെയും ചോദ്യം ചെയ്യുന്ന ടെൻഡൻസി, ചോദ്യം ചെയ്യുന്ന പ്രവണതകൾ പലയിടത്തും ഉളവായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഒരിടത്തും നടക്കാത്ത, ഒരാളിലും നടക്കാത്ത ദൈവപ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് ശക്തിയുണ്ട്. എന്നാൽ ആ ദൈവപ്രവൃത്തി കാണുമ്പോൾ അതിനോട് ചോദ്യം ചോദിക്കുന്ന മനോഭാവം ശരിയല്ല. സ്വതന്ത്രം ശ്രദ്ധിക്കണേ, ഇവർ ചോദ്യം ചോദിക്കുക, ഇതെന്താ, ഇത് എവിടെ നിന്നാ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പം സാധാരണ നമ്മളൊരു കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രോഗം ഉണ്ടെന്ന് വെക്കുക, ഒരു മാറാ രോഗം ഉണ്ടെന്ന് വെക്കുക. അത് രോഗത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എന്തോ ആയിക്കോളട്ടെ, ഒരു മാറാ രോഗം ഉണ്ടെന്ന് വെക്കുക. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ ഒരു സഹോദരൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു സഹോദരി ഇരിപ്പുണ്ട്, അവർക്കും അതേ രോഗം തന്നെയുണ്ട്. അപ്പം നിങ്ങൾ ആ കൂട്ടത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു, കർത്താവ് അവരെ തൊട്ടു, കർത്താവ് അവരെ സൗഖ്യമാക്കി. ഒരു ദൈവദാസൻ അവിടെ കടന്നു വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യമായ കാഴ്ച നിങ്ങൾ കണ്ടു. നിങ്ങൾക്കും അതേ രോഗമുണ്ടെങ്കിൽ ഒരു സ്വതന്ത്രം ആഗ്രഹമുള്ള ഒരാൾ എന്ത് ചിന്തിക്കും? കർത്താവേ, ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി, അതേ രോഗത്തോടെ ഞാനും കടന്നു പോകുന്നേ, എന്നെ സൗഖ്യമാക്കാൻ കർത്താവിന് എനിക്കും കൂടെ നിന്ന് അനുഭവിക്കണം. അതല്ലേ ആഗ്രഹിക്കാറുള്ളത്? ആഗ്രഹിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അതേ പ്രതിസന്ധി അവർ അനുഭവിച്ചു, അവർ വിടുതൽ പ്രാപിച്ചു, എനിക്കും അത് അനുഭവിക്കണം. അങ്ങനല്ലേ യഥാർത്ഥത്തിൽ ഒരു ശരിയായ ആത്മീയർ ആഗ്രഹിക്കേണ്ടത്? പക്ഷെ ഇവിടെ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് എനിക്കും കൂടെ ഒന്ന് അനുഭവിക്കണം എന്ന ആഗ്രഹമില്ലാതെ അവർ ആ ദൈവപ്രവൃത്തിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യുക. സുഹൃത്തെ, ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിന് തൊടാൻ കഴിയും, ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്യരുത്, ദൈവപ്രവൃത്തിയോട് ചോദ്യം ചോദിക്കരുത്. സ്തോത്രം. ഇനി രണ്ടാമത് ഇവർക്ക് പറ്റിയ രണ്ടാമത്തെ പരാജയം ശ്രദ്ധിച്ചു. മൂന്നാം വാക്യമാണ്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇപ്പം രണ്ടാമത്തെ പരാജയം. ഇവർ നോക്കുമ്പം ഇവൻ്റെ അപ്പൻ്റെ കഴിവ് നോക്കിയാൽ ഇവൻ ഇത്രയൊന്നും ഉപയോഗിക്കപ്പെടേണ്ടവനല്ല. അപ്പൻ്റെ കഴിവ് നോക്കിയവൻ ഇത്രയും ഉപയോഗിക്കപ്പെടേണ്ടവനല്ല. അമ്മയ്ക്കും വലിയ കഴിവൊന്നുമില്ല, സഹോദരങ്ങൾക്കും വലിയ കഴിവ്, പിന്നെ ഇവൻ ഇത്രയും കഴിവ് എവിടെ നിന്നു? ഇവർ ചിന്തിക്കുക. ശ്രദ്ധിക്കണേ, കർത്താവിന് ഒരാളെ ഉപയോഗിക്കാൻ അപ്പൻ്റെയും അമ്മയുടെയും കഴിവ് പ്രശ്നമല്ല. കർത്താവിന് ഒരാളെ ഉപയോഗിക്കാൻ അവൻ്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമല്ല. അതിവർ ചിന്തിക്കുന്നില്ല. ശ്രദ്ധിക്കൂ. സ്തോത്രം. ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടരുത്, ആരെയും നമ്മൾ ആരുടെയും ജീവിതത്തിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. കാര്യം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിവിൻ്റെ ആവശ്യമില്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ താലന്തല്ല വിഷയം, ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സാ. സ്തോത്രം. ഞാൻ പലപ്പോഴും സ്തോത്രം പല പ്രസംഗങ്ങളുടെ മധ്യത്തിൽ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. ഇരമ്യാവിനെ കർത്താവ് വിളിച്ചു, ഇരമ്യാവിനോട് പറഞ്ഞു, ഇരമ്യാവേ, ഞാൻ നിന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്യുക, ചിലതിനെ നിർമൂലമാക്കാൻ, ചിലതിനെ പൊളിക്കാൻ, ചിലതിനെ പണിയാൻ സ്തോത്രം ഉള്ള അഭിഷേകം ഞാൻ നിന്റെ മേൽ പകരുക. അപ്പോൾ ഇരമ്യാവ് തിരിച്ചു ചോദിക്കുക, കർത്താവേ, എനിക്കതൊന്നും അറിയില്ല, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ കർത്താവ് പറയുക, ഇരമ്യാവേ, ഒരു പ്രശ്നവും ഇല്ല, നീ ബാലനാണെന്ന് നീ പറയണ്ട, നീ ഇത്രയും ചെയ്യുക, ഞാൻ പറയുന്നത് നീ പറയുക, ഞാൻ പോകാം പറയുന്നിടത്ത് നീ പോകുക. അതിനെന്താ കഴിവ് വേണ്ടുന്നേ? കർത്താവ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു സുഹൃത്തിനോട് പറയുകയാണ്, അദ്ദേഹത്തിന് വാത്സല്യ പിതാവിനോട് ചെന്ന് ഈ കാര്യം ഒന്ന് പറയുക എന്ന് പറയുന്നതിന് ഞാൻ ഓൾറെഡി സന്ദേശം കൈമാറിയ സ്ഥിതിക്ക് പോകാൻ, നടന്നു പോകാൻ കാലുണ്ടെങ്കിൽ, സംസാരിക്കാൻ അധരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കഴിവിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് പോയെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി. സോദരൻ, എന്നാൽ കഴിവ് വേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഇത് എന്ന് എൻ്റെ വാത്സല്യ പിതാവിനോട് പറഞ്ഞാൽ എൻ്റെ വാത്സല്യ പിതാവ് ചൂടാവും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് സന്തോഷം ഉളവാകുന്ന രീതിയിൽ ഈ കഥ ഞാൻ പറഞ്ഞതിനെ ഒന്ന് മാറ്റിക്കുറിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ മാത്രം മതി കഴിവ്. കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്, കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ അധരമായി മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. ഇവിടെ ഇവര് ജനം യേശുവിനെ കണ്ട് അതിശയിക്കുക, ജനം യേശുവിനെ കണ്ട് അതിശയിക്കുക. നിങ്ങളെയും ലോകം കണ്ട് അതിശയിക്കണോ? കർത്താവിൻ്റെ കരങ്ങളുടെ ഇണങ്ങിയ ആയുധമായി നിങ്ങൾ ഉപയോഗിച്ചു കൊടുക്കുക. ഇവിടെ ഇവർക്ക് പറ്റിയ രണ്ടാമത്തെ പരാജയം. സോദരം, മൂന്നാമത്തെ പരാജയം അവിശ്വാസം. 1, 2 ദൈവപ്രവൃത്തിയോട് ചോദ്യം ചോദിച്ചു. 3 ഒരു പ്രെജുഡിസ് മൈൻഡ് ഇവരുടെ അകത്തുണ്ടായിരുന്നു. 4 ഇവർക്ക് പറ്റിയ അടുത്ത പരാജയമാണ് 4-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പ്രതിഭവനത്തിലും ചാർച്ചക്കാരുടെയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് ഇവർക്കൊരു ബഹുമാനമുള്ള മനസ്സില്ലാതായിപ്പോയി. സ്തോത്രം. ഇന്ന് പലയിടത്തും പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കുന്നുണ്ട്, നല്ല കാര്യം, നിങ്ങൾ സ്തോത്രം ഈ ഹാർവസ്റ്റ് ടി വിയിലൂടെയൊക്കെ അനേക ദൈവവചന പ്രഘോഷണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യം. പക്ഷേ അമിതമായി
സ്തോത്രം. നിങ്ങൾ എത്ര കേട്ടാലും ദൈവത്തിന് സ്തോത്രം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യതയിലേക്ക് നിങ്ങൾ നയിക്കുന്നവരാകണം. ബഹുമാനം. ഇന്ന് പല ക്രൈസ്തവഗോളത്തിൽ പല സഭകൾക്കും പറ്റിയൊരു പ്രശ്നം, കേട്ട് 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 ബഹുമാനം നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക്, ദൈവഭയം നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക് സമൂഹങ്ങളും തലമുറകളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കർത്താവിനെ ഭയപ്പെടാൻ ഒരു മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. ഈ 4 പരാജയങ്ങളാണ് ഇവർക്ക് സംഭവിച്ചത്. ശ്രദ്ധിക്കൂ, ഇവിടെ ഈ പള്ളിയിൽ കൂടി വന്ന ജനത്തിന് സംഭവിച്ച 4 പരാജയങ്ങളാണ് നമ്മൾ ചിന്തിച്ചു. 1 അവിശ്വാസം, 2 ദൈവപ്രവൃത്തിയോട് ചോദ്യം ചോദിച്ചു, 3 പ്രജുഡീസ് മൈൻഡ്, 4 ക്രിസ്തുവിനെ ബഹുമാനമില്ലാത്തവരായിരുന്നു. ഈ 4 പരാജയങ്ങളാണ് ഇവർക്ക് സംഭവിച്ചത്. സ്തോത്രം. ഇനി നമ്മൾ 5ന്റെ 42 വാക്യത്തിലേക്ക് കടന്നു വരിക. വിസ്മയിച്ച 2 കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞില്ല, പ്രത്യേകമായി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചേർത്തങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 5ന്റെ 42 വാക്യത്തിൽ വായിച്ചോ, സ്തോത്രം. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു, അവർ അത്യന്തം വിസ്മയിച്ചു. അവൾക്ക് 12 വയസ്സായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് വിസ്മയിച്ചത്? സ്തോത്രം. ആമേൻ. ഞാൻ ഉപക്രമത്തിൽ പറഞ്ഞു, മരണമെന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ അന്ത്യമാണ്. പക്ഷെ മരിച്ചെന്ന് കരുതിയ, മരിച്ചുപോയ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് ജീവനിലേക്ക് തിരിച്ചു വിളിച്ചു. അത് കണ്ടാണ് ആമേൻ ജനം വിസ്മയിച്ചത്. സ്തോത്രം. ഈ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 3 അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ വിസ്മയിച്ചു എന്നുള്ള പദം നമ്മൾ ആ ഒറ്റ അത്ഭുതത്തിനകത്ത് ഒതുക്കാൻ ശ്രമിക്കരുത്. 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 3 അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അത്ഭുതം, 2000 പന്നികളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശേഷിയുള്ള പിശാചിന്റെ ശക്തിയെ കർത്താവ് തകർത്തു. അത് 1-ാമത്തെ അത്ഭുതം. 5-ാം അധ്യായത്തിന് തുടക്കത്തിൽ. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ അടുത്തത് 12 വർഷമായിട്ട്, 12 സംവത്സരമായിട്ട് രക്തസ്രാവം ഉണ്ടായിട്ട്, ആ വാക്ക് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. സോദരൻ, പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു. ഡോക്ടർമാരെ കൊണ്ട് അവർ പൊറുതിമുട്ടി. പോകാത്ത ആശുപത്രികളില്ല, കാണാത്ത വൈദ്യന്മാരില്ല. അത്രയ്ക്ക് തകർന്നൊരു വ്യക്തിത്വം. സ്വോത്രം. തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു. എനിക്ക് തോന്നുന്നത് കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മൊത്തം തീർന്നു. വീട് മുഴുവൻ വിറ്റുതൊലച്ചു. സ്വോത്രം. വസ്തു മുഴുവൻ വിറ്റുതൊലച്ചു. ജീവിതത്തിലുള്ളതൊക്കെ, തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു. എന്നിട്ടും ഒട്ടും ഫായദം വരാതെ പരവശയായി തകർന്ന് തരിപ്പണമായി, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ സ്വോത്രം, ആത്മഹത്യ മാത്രം മുമ്പിൽ എന്ന രീതിയിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട സഹോദരി. സ്വോത്രം. അപ്പം അവളുടെ ജീവിതത്തിൽ എല്ലാവരും തള്ളി. അവൾ കർത്താവ് പോലും അറിയാതെ, ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വാക്ക്, കർത്താവ് പോലും അറിയാതെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പം അവൾ സൗഖ്യമായി. 2-ാമത്തെ അത്ഭുതം. 3, കേവല സൗഖ്യമല്ല, മരിച്ച ഒരുവളെ കർത്താവ് ജീവനിലേക്ക് തിരിച്ചു വിളിച്ചു. ഈ 3 അത്ഭുതം കൂടെ ചേർത്തിട്ടാണ് വിസ്മയിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ജനം വിസ്മയിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി അതിനകത്തൊരു ആത്മീയ സന്ദേശം ഞാൻ പറയാം. 2000 പന്നികളെ മുക്കിക്കൊല്ലാൻ, വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശേഷിയുള്ള പിശാചിന്റെ അധികാരത്തെ, പിശാചിന്റെ ശക്തിയെ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിനെ തകർക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ അധികാരങ്ങളെ തകർക്കാൻ ഞാൻ ഈ പ്രസംഗിക്കുന്ന കർത്താവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ അവൻ പിശാചിനെ നാം ഭയക്കരുത്. പിശാചിന്റെ ആയുധങ്ങൾ നാം ഭയക്കരുത്. നമ്മുടെ തലമുറകളിൽ പിശാചിന് അവകാശമില്ല, അധികാരമില്ല. പിശാച് തേരോട്ടം നടത്തുന്ന അവസ്ഥയാണെങ്കിലും ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. ആ കുടുംബാന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ തകർത്തു മാറ്റുവാൻ കർത്താവിന് കഴിയും. ഒന്നുമാറി രോഗം കൊണ്ടുവന്ന്, ഒന്നുമാറി പ്രതിസന്ധികൾ കൊണ്ടുവന്ന്, കണ്ണുനീരിന്റെ അവസ്ഥ കുടുംബാന്തരീക്ഷത്തിൽ ഇട്ട് അസമാധാനത്തിന്റെ വിത്തുപാകി വ്യാപരിക്കുന്ന ദുഷ്ടന്റെ അധികാരങ്ങളെ തകർക്കാൻ യേശുവിന് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവിന് അത് ചെയ്യാൻ കഴിയും. സ്തോത്രം. ആമേൻ. യേശു പോലും അറിയാതെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട വാത്സല്യ സഹോദരി സൗഖ്യമായെങ്കിൽ ശ്രദ്ധിക്കൂ, അറിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ ഒന്ന് തൊട്ടാൽ വ്യാപരിക്കാൻ പോകുന്ന ദൈവശക്തിയുടെ വലിപ്പം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയൂ. കർത്താവിന് നമ്മെ സൗഖ്യമാക്കാൻ കഴിയും. സ്വോത്രം. മരിച്ച വിഷയം, ആമേൻ, അതിന്റെ അവസാന വാക്ക് അതാ 5-ന്റെ 42-ാം വാക്യത്തിൽ ചേർത്ത് പറയുന്നത്, ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു, അവർ അത്യന്തം വിസ്മയിച്ചു. സ്വോത്രം. ഇവിടെ ഈ സാഹചര്യത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും 1-2 ചിന്തകൾ ഞാൻ പറഞ്ഞു വിടാം. അവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, സ്വോത്രം, ഇവിടെ പള്ളിപ്രമാണി ആമേൻ വിടുതലിന് വേണ്ടി അവൻ ചെയ്ത കാര്യം 25, 22, 23 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് അപേക്ഷിച്ചു എന്ന് പറയാം. അപ്പം വിടുതലിൻ്റെ 3 വിജയമന്ത്രം ഞാൻ പറയാം. വിടുതലിൻ്റെ 3, യായിറോസ് ഇവിടെ ചെയ്ത വിടുതലിൻ്റെ സ്വോത്രം കാര്യങ്ങൾ ഒരു വിജയമന്ത്രമാക്കി ഞാൻ പറയാം. ഒന്നാമത് വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്നാമത് വിടുതൽ ആഗ്രഹമുണ്ടോ? സ്വോത്രം. അതിനൊന്നാമത്തെ കാര്യം, അവൻ വന്ന് കാൽക്കൽ വീണെന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വീഴുക എന്നുള്ളത് മാത്രമാണ് വിജയിക്കാനുള്ള ആദ്യത്തെ വഴി, ആദ്യത്തെ പരിഹാരം. ഇന്ന് ലോകത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരുടെ കാൽക്കൽ വീഴാനൊരു പ്രശ്നമില്ല.
ഏത് മനുഷ്യൻ്റെ അടുക്കലും ആശ്രയത്തിന് വേണ്ടി ഓടും, ഒരു വിഷയമില്ല. പക്ഷേ എന്ത് വിഷയമുണ്ടെങ്കിലും കർത്താവിൻ്റെ സന്നിധി വീഴത്തില്ല. ഉള്ള ഡോക്ടർമാരുടെ അടുക്കൽ എല്ലാം പോവും, സ്വതന്ത്രം ആശ്രയിക്കാൻ പറ്റുന്ന എല്ലായിടത്തും ഓടും, സഹായിക്കാൻ കഴിയുന്ന എല്ലാ മനുഷ്യൻ്റെ അടുക്കൽ പോകും. എന്നാലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കില്ല. പക്ഷേ ഞാൻ പറയാം, നിങ്ങളുടെ വിഷയങ്ങൾ പലതും വലിയ പ്രതിസന്ധിയായിട്ട് മുമ്പിൽ നിൽക്കുക. കാര്യം, നിങ്ങൾ ഇതുവരെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്കുന്നത് മൊത്തം മനുഷ്യൻ്റെ മുഖത്തേക്കാണ്. എന്നാൽ ആ കണ്ണുകളൊക്കെ ഒന്ന് പിൻവലിച്ചിട്ട് കർത്താവിൻ്റെ കാൽക്കൽ വീഴാൻ തയ്യാറായാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയും. 23-ാം വാക്യം, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു. വിജയമന്ത്രം. രണ്ടാമത്തെ കാര്യം, സ്വതം എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു, അവിടെ രക്ഷപ്പെട്ട് ജീവിക്കണം, നീ വന്ന് അവിടെ മേൽ കൈവെക്കണം. അപ്പം വിഷയം കർത്താവ് തുറന്നു പറഞ്ഞു. നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും, മറ്റു പലയിടത്തും പോയി പറയും. പക്ഷേ വിഷയം കർത്താവിന് സന്നിധി പറയും. യായിറോസ് ചെയ്തതുപോലെ കർത്താവിന് സന്നിധി ചെന്ന് വിഷയങ്ങൾ അതുപോലെ പറയുക. 3, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അപേക്ഷ എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മീയ പദം നമുക്ക് പ്രാർത്ഥന എന്ന് കൊടുക്കാമല്ലോ, അല്ലേ? അപ്പം വളരെ അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷ ഞാൻ പറയാം, വളരെ പ്രാർത്ഥിച്ചെന്ന് പ്രാർത്ഥന നിർത്തരുത്. ചില വിഷയങ്ങൾ പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും, ചില വിഷയങ്ങൾ താമസിക്കും, ചില വിഷയങ്ങൾ നോ എന്ന് പറയും. പക്ഷേ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. സ്തോത്രം. വളരെ നാളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം, പക്ഷേ ഇന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. പ്രാർത്ഥിച്ചോളൂ, കിട്ടുന്നതുവരെ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ശ്രദ്ധിക്കണം. സ്തോത്രം. ഈ വിഷയമൊക്കെ കേട്ടിട്ടും യേശു മുമ്പോട്ട് പോയി. അതിനിടയിലാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ കടന്നു വന്നത്. ആ സമയത്തൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം വേദന ഉണ്ടായി കാണും നിങ്ങൾ ചിന്തിച്ചേ. കാരണം സമയം താമസിക്കുക, ലേറ്റാകുക. 35-ാം വാക്യത്തിൽ വന്നിട്ട് പറയുകയാണ്, പള്ളിപ്രമാണിൻ്റെ വീട്ടിൽ നിന്ന് ആളെന്ന് പറഞ്ഞു, ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തൊന്നും വേണ്ട. സ്തോത്രം. എന്തിനാ അസഹ്യപ്പെടുത്തുന്നത്? കാരണം കുഞ്ഞു മരിച്ചുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കിയില്ലെന്നാ. ശ്രദ്ധിക്കൂ, മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് പറയുന്ന വാക്ക് ദൈവം കാര്യമാക്കില്ല. പിശാച് നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്ന കാര്യം ദൈവം കാര്യമാക്കില്ല. നിങ്ങൾ അവിശ്വസിക്കരുത്. തീർന്നെന്ന് കരുതിക്കൊള്ളട്ടെ, ഇനി ജീവിതത്തിൽ ശവക്കുഴിയിൽ പോയെന്ന് കരുതിക്കൊള്ളിയ വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും. കഴുത്തിനും കത്തിക്കും ഇടയില്ല പലപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. കഴുത്തിനും കത്തിക്കും എല്ലാം തീർന്നെന്ന് തോന്നുന്ന സമയത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. എന്നിട്ട് യേശു ധൈര്യത്തോടെ അകത്ത് വന്ന് ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചെന്ന. ശ്രദ്ധിക്കും, നിങ്ങളിപ്പോൾ ഇത്രയും നേരം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തമ്പുരാൻ തൊട്ടില്ലെങ്കിൽ ഒരു പരിഹാരമില്ല. കർത്താവ് തൊട്ടതാ. കർത്താവ് വിടുവിച്ച വിടുതല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര നേരം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 5-42 വാക്യവും 6-2, 6-6 ഈ 3 വാക്യങ്ങളെ വിസ്മയിച്ചു എന്ന പദം വെച്ചാണ് നമ്മൾ അതിൻ്റെ ഒരു പൊതുവായ ഒരു പഠനം നമ്മൾ നടത്തിയത്. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വിസ്മയിക്കത്തക്ക രീതിയിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ അത് നിങ്ങളുടെ വിശ്വാസമായി പരിണമിക്കാൻ കഴിയണം. ഇത്രയും നേരം ദൈവിക സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വതം. എന്നാൽ ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, കർത്താവിൻ്റെ കരം കൂടി നിങ്ങളുടെ മേലൊന്ന് വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്കെല്ലാം മരിച്ചതായിക്കൊള്ളട്ടെ, സ്വതം, കല്ലറയ്ക്കിടെ അകത്തായിക്കൊള്ളതായിക്കൊള്ളട്ടെ, എഴുതിത്തള്ളിയ വിഷയമായിക്കൊള്ളട്ടെ, ദൈവത്തിന് പരിഹാരം വരുത്താൻ കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ കഴിയുമോ? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വതം. നമ്മുടെ ജീവിതത്തിൽ വിസ്മയിക്കത്തക്ക രീതിയിൽ, ജനം വിസ്മയിക്കത്തക്ക രീതിയിൽ വലിയ അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷെ തിരിച്ചു ചോദിക്കുന്നു, കർത്താവിനെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ, ആശ്ചര്യപ്പെടുത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിന് പുറത്ത് കർത്താവ് പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സ്തോത്രം. ആഴമായിട്ട് അങ്ങ് വിശ്വസിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ ഒരു വിസ്മയമാക്കി മാറ്റുക എന്ന് മാത്രമല്ല, അത് വിശ്വാസമായി പരിണമിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, ആര് വിശ്വസിച്ചില്ലെങ്കിലും കർത്താവ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങ് ചെയ്തിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.